നന്ദൻ, മറ്റൊരു ജൂൺ 19 കൂടി സമാഗതമായിരിക്കുന്നു. ഇന്ന് വായനാ ദിനമാണ്. അനശ്വരനായ PN പണിക്കരുടെ അതെ അതെ സ്മരണാർത്ഥം നമ്മൾ ആചരിക്കുന്ന ഒരു ദിവസമാണ് വായനാ ദിനമായിട്ട്. ഈ വായനാ ദിനത്തിൽ നന്ദൻ ഇതിനെക്കുറിച്ചിട്ട് എന്തെങ്കിലും പറയാനുണ്ടോ? ആൾക്കാരുടെ വായനയിൽ എന്തെങ്കിലും വ്യത്യാസം വന്നിട്ടുണ്ടോ? PN പണിക്കരുടെ ജീവിതം ധന്യമാണ്. മാത്രമല്ല, എനിക്ക് PN പണിക്കരെ നേരിട്ട് കാണാൻ ഭാഗ്യം ഉണ്ടായിട്ടുള്ള ആളാണ്. ഞാൻ അദ്ദേഹത്തിൻ്റെ വീട്ടിൽ പോയിട്ടുണ്ട്. അദ്ദേഹം ആദ്യം സ്ഥാപിച്ചിരിക്കുന്ന സനാതനധർമ്മ വായനശാലയുണ്ട്, നീലമ്പേരൂരിലാണ്. ആ വായനശാലയിൽ പരിപാടിയിൽ സംസാരിക്കാൻ എനിക്ക് അവസരം കിട്ടിയിട്ടുണ്ട്. എന്ന് മാത്രമല്ല, ഞാൻ സെക്രട്ടറിയും പ്രസിഡൻറ്റുമായിരുന്ന ലൈബ്രറിയിൽ പണിക്കർ സാറ് വന്നിട്ടുണ്ട്. അത് 1976-77 സമയത്താണ്. അപ്പോൾ ഞാനിത് പറയാൻ കാരണം ശരിക്കും PN പണിക്കർ എന്ന് പറയുന്ന സമയത്ത് ഒരു വായന ഒരു സംസ്കാരത്തിൻ്റെ ലക്ഷണമാണ്. വായന നമ്മളൊരു മറ്റൊരു ഭാഗമായിട്ട് എടുക്കരുത്. നിങ്ങൾക്ക് ഏത് പുസ്തകം വേണമെങ്കിലും വായിക്കാം, നിങ്ങൾക്ക് കഥകൾ വായിക്കും. ഇപ്പം ഞാൻ ആദ്യം കാലത്ത് വായിച്ചു തുടങ്ങിയത് മൃത്തികരണങ്ങൾ ആദ്യം വായിച്ചത്, പിന്നെ ചുമന്ന കൈപ്പത്തിയാണ്. ഈ തരത്തിലുള്ള ഡിറ്റക്റ്റീവ് നോവൽസാണ് ആദ്യം വായിക്കുക. അതിനുശേഷം ഇപ്പോൾ നമ്മൾ സെലക്റ്റീവ് ആവേണ്ട ആവശ്യമില്ല വായനയ്ക്ക് പിന്നെ ക്രമേണ ആണ് നമ്മൾ ഞാൻ PN പണിക്കർ സാറിനോട് ചോദിച്ചിട്ടുണ്ട് പണിക്കർ സാറിൻ്റെ വായന എങ്ങനെയാണെന്ന്. ആ പണിക്കർ സാറിൻ്റെ ഒരു പെരുമാറ്റത്തിൻ്റെ സ്വഭാവ സവിശേഷത എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ, എല്ലാവരും പറയുന്നത് എൻ്റെ കുമാരചെലപ്പൻ എന്ന് പറയും, എൻ്റെ AK ആന്റണി, എൻ്റെ EMS, എൻ്റെ EK നയനാർ, എൻ്റെ K കരുണാകരൻ, അങ്ങനെ പറയുന്ന പ്രകൃതക്കാരനാണ് പണിക്കർ സാറ്. അപ്പോൾ ഈ പണിക്കർ സാറ് 1995 അദ്ദേഹം മരിക്കുന്നത്. അദ്ദേഹമാണ് കേരളത്തിൻ്റെ അല്ല, ഇന്ത്യയുടെ അല്ല, ലോകത്തിൻ്റെ ചരിത്രത്തിൽ ആദ്യമായിട്ട് ലൈബ്രറി കൗൺസിൽ എന്ന് പറയുന്ന പ്രസ്ഥാനം തുടങ്ങുന്നത് അദ്ദേഹമാണ്. 1945 ഈ പ്രസ്ഥാനത്തിൻ്റെ വലിയ സവിശേഷതയുള്ളത്, ഇത് തുടങ്ങുന്ന അദ്ദേഹത്തിന് സ്കൂളിനോട് ചേർന്നുള്ള PK നാരായണപിള്ള ലൈബ്രറിയിൽ വെച്ചിട്ടാണ്. അവിടെയാണ് ആരംഭിക്കുന്നത്. ആ സ്ഥലത്ത് അദ്ദേഹം ഇത് ആരംഭിക്കുന്ന സമയത്ത് അന്ന് ദിവാനായിരുന്നത് സർ CP രാമസ്വാമി അയ്യരാണ്. സർ CP രാമസ്വാമി അയ്യരാണ് ആ പരിപാടിക്ക് കൊണ്ടുവന്നത്. അതിൻ്റെ ഉദ്ഘാടനം സർ CP രാമസ്വാമി അയ്യരായിരുന്നു. സർ CP രാമസ്വാമി അയ്യർ അതേ വേദിയിൽ വെച്ചിട്ട് 250 റുപ്യ പ്രതിവർഷം ഗ്രാൻഡ് പ്രഖ്യാപിച്ചു. ഈ ഗ്രാൻഡ് സംവിധാനത്തിൻ്റെ, ലൈബ്രറിയിലെ ഗ്രാൻഡ് സംവിധാനത്തിൻ്റെ തുടക്കക്കാരൻ സർ CP രാമസ്വാമി അയ്യരാണ്. ഇത് PN പണിക്കർ സാറിൻ്റെ സ്വാധീനത്തിൻ്റെ പുറത്താണ്. അങ്ങനെ PN പണിക്കർ സാർ എന്ന് പറയുന്ന ആൾ, നിലമ്പൂരുകാരനായിട്ടുള്ള ആൾ, അമ്പലപ്പുഴ വന്നിട്ട് ജോലി ചെയ്തതിന് ശേഷം അദ്ദേഹം ചെയ്തത് കേരളത്തിൻ്റെ എല്ലാ ഗ്രാമങ്ങളും അദ്ദേഹം യാത്ര ചെയ്തു. നമ്മൾ അത്ഭുതപ്പെടുന്നൊരു വസ്തുത എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ, കേരളത്തിൽ ഗ്രാമീണ വായനശാലകളില്ലാത്ത സ്ഥലമില്ല. ഇന്ന് കേരളത്തിൽ ഏകദേശം 9000-ഓളം ഗ്രാമീണ വായനശാലയുണ്ട്. ഇന്ത്യയുടെ ചരിത്രത്തിൽ ഏറ്റവും കൂടുതൽ ഗ്രാമീണ വായനശാലയുള്ള സംസ്ഥാനം മഹാരാഷ്ട്രയാണ് കേട്ടോ, അത് കേരളമല്ല കേട്ടോ. അവിടെ 13,000 ഉള്ളത്. 13,000 ഗ്രാമീണ വായനശാലകളാണ് മറാഠ സംസ്ഥാനത്ത്, മഹാരാഷ്ട്ര സംസ്ഥാനത്തുള്ളത്. ഇത് എല്ലാം ഈ 13,000-ലധികം വായനശാലകൾ ആക്റ്റീവാണ്, സജീവമാണ്, വളരെ ആക്റ്റീവായിട്ടുള്ള ലൈബ്രറികൾ അവിടെ ഉണ്ട്. അതിന് കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ, ഇന്ന് കേരളത്തെ പോലെ തന്നെ, അല്ലെങ്കിൽ കേരളത്തെക്കാൾ കൂടുതൽ സാഹിത്യ കാര്യങ്ങൾക്ക് പ്രാധാന്യം കൊടുക്കുന്നൊരു സംസ്ഥാനമാണ് മഹാരാഷ്ട്ര. അത് പലരും ചിന്തിച്ചിട്ടില്ല. ഇപ്പം മറാഠ സാഹിത്യമുണ്ട്. ഈ മറാഠ സാഹിത്യത്തിന് സവിശേഷതയുണ്ട്. മറാഠ സാഹിത്യം എല്ലാ രംഗത്തും വളരെ മുന്നിൽ നിന്നുണ്ട്. ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിൽ, അടിയന്തരാവസ്ഥയ്ക്കെതിരായിട്ടുള്ള ആദ്യത്തെ പ്രമേയം പാസ്സാക്കിയത് മറാഠ സാഹിത്യവേദിയുടെ സമ്മേളനത്തിലാണ് വന്നേ. ബാക്കി കേരളത്തിൽ പോലും അല്ല വന്നേ. കേരളത്തിൻ്റെ സാഹിത്യ അക്കാദമി ഉണ്ട്. അത് സർക്കാരിൻ്റെ വാലാട്ടികളായിരിക്കുന്ന ആളുകളാണ് ഉള്ളത്. അവിടെ യാതൊരു അനക്കം ഉണ്ടായില്ല. മറിച്ച് മഹാരാഷ്ട്രയിലെ സാഹിത്യ അക്കാദമി, അതിശക്തമായിട്ട് കോൺഗ്രസിന് പിന്തുണച്ചിരുന്ന അക്കാദമി, വളരെ ടെസ്റ്റ് ചെയ്ത് അടിയന്തരാവസ്ഥ തെറ്റാണെന്ന് പറഞ്ഞാൽ പാരമ്പര്യം ഇവിടെ അതിനെ സംബന്ധിച്ചുണ്ട്. ഞാനത് എൻ്റെ പുസ്തകത്തിനകത്ത് എഴുതിയിട്ടുണ്ട്. അടിയന്തരാവസ്ഥ രണ്ടാം സ്വാതന്ത്ര്യ സമരം എന്ന് പറഞ്ഞ പുസ്തകത്തിനകത്ത് ഞാനത് പരാമർശിച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ അങ്ങനെയുള്ളൊരു കേരളത്തെ സംബന്ധിച്ച്, കേരളത്തിൽ വായന സംസ്കാരം കേരളത്തിന് എക്കാലത്തും ഉണ്ട്. ഒരു കാര്യം കൂടി ചോദിച്ചോട്ടെ, മഹാരാഷ്ട്രയിലെ ഭണ്ഡാർക്കർ ഓറിയന്റൽ അവിടെയാണ്. എന്ന് മാത്രമല്ല, അവിടെ ഏറ്റവും കൂടുതൽ ലൈബ്രറികൾ, വൻകിട ലൈബ്രറികൾ, ഇപ്പോൾ പൂനെയിലെ നാഷണൽ ലൈബ്രറി ഉണ്ട്. പൂനെയിലെ നാഷണൽ ലൈബ്രറി ഒരു ബൃഹത്തായ വലിയ ലൈബ്രറിയാണ്. അവർ തന്നെ മുംബൈയിലാണ് ഏകദേശം എഗ്മോറിലെയും അതേപോലെ തന്നെ കൽക്കട്ടയ്ക്കും സമാനമായിട്ടുള്ള രീതിയിൽ വലിയ ലൈബ്രറിയുള്ള സ്ഥലം മുംബൈയാണ്. ഇപ്പം ഇങ്ങനെയുള്ളൊരു വലിയൊരു പാരമ്പര്യം മഹാരാഷ്ട്രയ്ക്കുണ്ട്. സമാനം തന്നെയാണ് കേരളത്തെ സംബന്ധിച്ചും. കേരളത്തിലെ ആളുകൾക്ക്, യുവജനങ്ങൾക്കടക്കം ഒരു കാലത്ത്, ഇപ്പോൾ 10ാം ക്ലാസ് പാസ്സായാലും തോറ്റാലും ഏതാണെങ്കിലും എക്സാമിനേഷൻ എഴുതി കഴിഞ്ഞാൽ ആദ്യം പോകുന്നത് ലൈബ്രറി മെമ്പർഷിപ്പിനാണ്. ഒരു 980 വരേക്കുള്ള കേരളത്തിൻ്റെ ചരിത്രം അങ്ങനെയായിരുന്നു. ഇതിനെ വളരെ പരിപോഷിപ്പിച്ച ആളാണ് പണിക്കർ സാറ്. ഈ പണിക്കർ സാർ എല്ലാ സ്ഥലത്തും ചെല്ലുന്ന സമയത്ത് ഗ്രാമങ്ങളിൽ പോയിട്ട് ചെറുപ്പക്കാരെ കാണും. ആ ചെറുപ്പക്കാരോട് നിങ്ങൾ ലൈബ്രറി മെമ്പർഷിപ്പ് എടുക്കാൻ വേണ്ടി പറയും. അങ്ങനെ കേരളത്തിലുള്ള എല്ലാ ഗ്രാമങ്ങളും സഞ്ചരിച്ച് 9,000-ഓളം വരുന്ന ലൈബ്രറികൾ കേരളത്തിൽ ആരംഭിച്ചത് PN പണിക്കരാണ്. ഈ ലൈബ്രറിക്ക് ആദ്യമായിട്ട് ലൈബ്രറി കൗൺസിൽ ഉണ്ടാക്കിയത് കേരളത്തിലാണ്.
ഇപ്പം നമ്മൾ ധരിക്കും പലപ്പോഴും മറ്റ് വിദേശ രാജ്യങ്ങളിലൊക്കെയാണ് പല കാര്യങ്ങളും വിദേശ രാജ്യങ്ങളാണെന്ന് പറയും. അല്ല, വിദേശ രാജ്യങ്ങളിൽ ലോക പുസ്തക ദിനം ആരംഭിക്കുന്നത് 1995 ആദ്യമായിട്ട് ബ്രിട്ടനിൽ ലോക പുസ്തക ദിനം ആരംഭിക്കുന്നത്. ഏപ്രിൽ മാസം 23 ഷേക്സ്പിയറിൻ്റെ ജന്മദിനം, ബെർണാഡ് ഷായുടെ മരണദിനം, ഇതൊക്കെ ചേർത്തുകൊണ്ടായിരുന്നു ആ ദിവസം ഉണ്ടായിരുന്നത്. പക്ഷേ ഇതിനൊക്കെ വളരെ മുമ്പ് തന്നെ കേരളത്തിൽ ഈ ഒരു കൾച്ചറുണ്ട്. കേരളത്തിലെ ആളുകൾ നെഞ്ചോട് ചേർത്ത് പിടിക്കുന്നതാണ് പുസ്തകം. ആ പുസ്തകത്തെ നെഞ്ചോട് ചേർത്ത് പിടിക്കുന്ന ഒരു മലയാളിയെ സംബന്ധിച്ച് നമ്മൾ ആലോചിച്ച് നോക്കി, കേരളം പോലത്തെ ഒരു സംസ്ഥാനത്തിൻ്റെ നമ്മളുടെ ഒരു വലിയൊരു പാരമ്പര്യം പഴക്കം തിരിച്ചറിയാൻ സാധിക്കുന്നത് എഴുത്തച്ഛൻ്റെ രാമായണമാണ്. എഴുത്തച്ഛൻ്റെ രാമായണത്തിൻ്റെ പ്രത്യേകത ഏകദേശം 600-700 വർഷക്കാലങ്ങൾക്ക് മുമ്പ് മലയാളി ഇത് വായിച്ചാൽ മനസ്സിലാകുമായിരുന്നു മലയാളിക്ക്. ഈ ചെറിയ കാര്യമല്ല. ഈ മലയാളത്തിൻ്റെ രാമായണത്തിൻ്റെ സവിശേഷത മറ്റ് ലോകത്തിൽ ഏത് ഗ്രന്ഥത്തിലാണ് ഏറ്റവും കൂടുതൽ വാക്കുള്ളത്? അത് രാമായണത്തിലാണ്. 6500 വാക്കാണ് രാമായണത്തിലുള്ളത്. 6500 വാക്ക്. 6500 വാക്കുള്ള ഒരൊറ്റ പുസ്തകവും ലോകത്തിലുണ്ടായിട്ടില്ല എന്നിവരേക്കും. ബൈബിൾ അടക്കം, ഖുറാൻ അടക്കം ഒരൊറ്റ ഗ്രന്ഥത്തിനകത്തും 6500 വാക്കില്ല. മറിച്ച് രാമായണത്തിനകത്തുണ്ട്. അത് എഴുത്തച്ഛൻ എഴുതിയതാണ്. അപ്പോൾ എന്ന് മാത്രമല്ല, മലയാള ഭാഷയുടെ പണിക്കർ സാറിൻ്റെയും അല്ലെങ്കിൽ എഴുത്തച്ഛനും കൃഷ്ണഗാഥ എഴുതിയിരിക്കുന്ന ചെറുശ്ശേരിയുടെയും എല്ലാവരും ശ്രമഫലമായിട്ട് മലയാളത്തിൻ്റെ സവിശേഷത. ഇപ്പം നമ്മൾ സാധാരണ പറയാറ് എനിക്ക് ആ വാക്ക് ഇംഗ്ലീഷിലേ അറിയുള്ളൂ, മലയാളത്തിൽ അറിഞ്ഞുകൂടാ. അത് എനിക്കറിയില്ല എന്ന് പറഞ്ഞാൽ മതി. ഞാൻ ചില വീട്ടമ്മമാരോടൊക്കെ പറയാറുണ്ട്, എൻ്റെ കുട്ടിക്ക് ഇംഗ്ലീഷ് വായിക്കാൻ അറിയുള്ളൂ, മലയാളം വായിക്കാൻ, ബസ്സിൽ പേര് വായിക്കാൻ അറിഞ്ഞുകൂടാ. അവന് കാര്യമായിട്ട് ഒരു വിവരമില്ലാന്ന് വിചാരിച്ചാൽ മതി. ഇംഗ്ലീഷിൽ ആകെ എത്ര വാക്കുള്ളത്? 13 ലക്ഷം വാക്കുകൾ. അങ്ങനെയാണല്ലോ. അപ്പം അങ്ങേ പോലെ പത്രപ്രവർത്തകർക്ക് അറിയാം 13 ലക്ഷം വാക്കുകൾ ആകെയുള്ള ഇംഗ്ലീഷിലുള്ളത്. അത് തുടക്കകാലത്ത് 250 കൊല്ലത്തിന് മുമ്പായിട്ട് കേവലം 3 ലക്ഷം വാക്കായിരുന്നു. ഇപ്പോൾ പല ഭാഷകളിലും വന്നതിന് ശേഷം മലയാളത്തിൽ ADIPOLI അടക്കമുള്ള അടിപൊളി അടക്കം അവിടെ ഇതിനകത്ത് അവർ ഓക്സ്ഫോർഡ് യൂണിവേഴ്സിറ്റി പ്രസിൻ്റെ ഡിക്ഷണറിക്കകത്ത് എടുത്ത് ഇന്ന് 13 ലക്ഷം വാക്കായിട്ട് വർദ്ധിച്ചു. മറിച്ച് മലയാളത്തിൽ എത്ര വാക്കാണെന്നറിയാമോ? 80 ലക്ഷം വാക്കാണ്. ലോകത്തിൽ ഏറ്റവും കൂടുതൽ പദസമ്പത്തുള്ള ഭാഷ മലയാളമാണ്. ഞാൻ ചെറിയൊരു എക്സാമ്പിൾ അതിനകത്ത് പറഞ്ഞാൽ മതി. ഇപ്പം അച്ഛൻ്റെ അനിയൻ എന്താ വിളിക്കുക? ഇളയച്ചെന്ന് വിളിക്കും, കുഞ്ഞച്ചെന്ന് വിളിക്കും, ചെറിയച്ചെന്ന് വിളിക്കും. അങ്ങനെ 9 വാക്കുകൾ മലയാളത്തിലുണ്ട്. മറിച്ച് നിങ്ങൾ ഇംഗ്ലീഷിൽ എടുത്താൽ ഒരൊറ്റ വാക്കുള്ളൂ അതിനകത്ത്, ദറ്റ് ഈസ് അങ്കിൾ. രണ്ടാമതൊരു വാക്കില്ല. അങ്ങനെയുള്ള മലയാളത്തെ സംബന്ധിച്ച് മലയാള ഭാഷയുടെ സമ്പന്നതയെക്കുറിച്ച് വളരെ വ്യക്തമായിട്ട് ബോധ്യമുണ്ടായിരുന്ന ആളാണ് PN പണിക്കർ സാറ്. അതിൻ്റെ പേരിലാണ് PN പണിക്കർ സാറ് കേരളത്തിലെ എല്ലാ ഗ്രാമങ്ങളിലും യാത്ര ചെയ്തു. അവിടെയൊക്കെ ഗ്രാമീണ വായനശാലകൾ ഉണ്ടാക്കി. ഈ ഗ്രാമീണ വായനശാലകൾ എന്നൊക്കെ പറയുന്ന സങ്കല്പം തന്നെ കേവലം പുസ്തക വായന മാത്രമായിരുന്നില്ല. പുസ്തക വായനയോടൊപ്പം തന്നെ പുതിയ പുതിയ എഴുത്തുകാരുണ്ടാക്കുന്നതാണത്. ഇന്ന് ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ എഴുത്തുകാരെ ഉൽപ്പാദിപ്പിച്ച ഭാഷ അത് മലയാളമാണ്. മലയാളത്തിൽ തകഴിയുടെ കാലത്ത്, പാറപ്പുറത്തിൻ്റെ കാലത്ത്, SK പൊറ്റക്കാടിൻ്റെ കാലത്ത് സമസ്ത മേഖലയിലും മലയാളത്തിൽ എഴുത്തുകാരുണ്ടായിരുന്നു മലയാളത്തിൽ. ഇന്നിപ്പോൾ ഇല്ലാന്നുള്ള വസ്തുതയായിരിക്കാം. ഇവരുടെയൊക്കെ സാഹിത്യ രചനകളിൽ ഒരു പ്രത്യേകതയുണ്ട്. ഇപ്പോൾ SK പൊറ്റക്കാടിൻ്റെ ഒരു ദേശത്തിൻ്റെ കഥയാണെങ്കിലും ടി വാസുദേവൻ നായരുടെ നോവലുകളിലാണെങ്കിലും വായനശാല ഒരു ഘടകമാണ് ഇതിനകത്ത്. ഈ നായകൻ അല്ലെങ്കിൽ നായിക പുസ്തകം എടുക്കാനായിട്ട് വായനശാലയിൽ പോകുന്നതും അതിനെ തുടർന്ന് അവരുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന എന്തെങ്കിലും ചില മാറ്റങ്ങൾ അവർ വളരെ വിശദമായിട്ട് പ്രതിപാദിച്ചിട്ടുണ്ട്. ഇപ്പോൾ SK പൊറ്റക്കാടിൻ്റെ ശ്രീധരൻ നല്ല കഥാപാത്രം ഉണ്ടായില്ലേ? 10ാം ക്ലാസ്സിൽ എത്തുന്നതിന് മുമ്പ് തന്നെ അദ്ദേഹം വായനശാലയിലെ സ്ഥിരം സന്ദർശകനായിരുന്നു. പുസ്തകങ്ങളൊക്കെ വായിക്കും, കവിതയൊക്കെ എഴുതുകയും ചെയ്യുന്നു. അപ്പോൾ ഈ വായനശാല ഒരു എന്താ പറയുക, അന്ന് തന്നെ ഈ വായനശാല ഒരു പ്രത്യേക എന്താ പറയുക, ഒരു എസെൻഷ്യൽ ഇൻഗ്രീഡിയൻ്റ് ആണ്. അങ്ങനെയായിരുന്നു, ഒരു എസെൻഷ്യൽ ഇൻഗ്രീഡിയൻ്റ് ആയിരുന്നു വായനശാല. അതിൻ്റെ ഏറ്റവും കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ വായന എന്ന് പറയുന്നത് കേവലം വായനയ്ക്ക് മാത്രമല്ല. ഞാൻ പലപ്പോഴും പറയും, ഇപ്പോൾ സർ CP രാമസ്വാമിയര് തൻ്റെ 11 കൊല്ലക്കാലത്തെ ഭരണം കൊണ്ട് അദ്ദേഹം 36 വൻകിട സ്ഥാപനങ്ങൾ കേരളത്തിൽ ആരംഭിച്ചു. ഈ 36 വൻകിട സ്ഥാപനങ്ങൾ ആരംഭിച്ച സമയത്ത് ഇതെല്ലാം അദ്ദേഹം കൃഷിയായിട്ട് റിലേറ്റ് ചെയ്തു, ഇതെല്ലാം അദ്ദേഹം വിദ്യാഭ്യാസ മേഖലയുമായിട്ട് റിലേറ്റ് ചെയ്തു. അങ്ങനെയാണ് അദ്ദേഹം സർ CP ആരംഭിക്കുന്നത്. സമാനം തന്നെയാണ് കേരളത്തിൽ വായനശാല ആരംഭിക്കുന്നത്. കാരണം കേരളത്തിലെ എല്ലാ ഗ്രാമീണ വായനശാലകളോടും ചേർന്നിട്ട് ഒരു റേഡിയോ ഉണ്ടായിരുന്നു. ആ റേഡിയോയിൽ റേഡിയോ രംഗത്തിനകത്ത് ഒരു കാർഷിക രംഗം ഉണ്ടായിരുന്നു.
എല്ലാ ദിവസവും എൻ്റെ ധാരണ വൈകുന്നേരം 7 മണിക്ക് 7:30 മണിക്കോ മറ്റാണ് 6:30 തൊട്ട് 6 7 മണി വരെ 7 മണിയുള്ള റെഡി വയലും വീടും എന്ന് പറഞ്ഞ വയലും വീടും പ്രോഗ്രാം ആ വയലും ഉണ്ടായിരുന്നു. വീടും ഉണ്ടായിരുന്നു. അതിൽ കൂടി കേരളത്തിൻ്റെ കാർഷിക രംഗത്തെ എങ്ങനെ സമ്പന്നമാക്കാമെന്നുള്ള കൃത്യമായിട്ടുള്ള പഠനം നടത്തിയിരുന്നു അക്കാലത്ത്. കാരണം അന്ന് കേരളത്തിൽ ഏകദേശം 10 ലക്ഷം ഹെക്ടർ സ്ഥലത്താണ് കേരളത്തിൽ കൃഷി ഉണ്ടായിരുന്നു. ഇന്നിപ്പോൾ ഏകദേശം 2.5 ലക്ഷം ഹെക്ടർ സ്ഥലത്തുണ്ട്. ഇപ്പൊ ആരും വയലും വീടും ആരും വയലും വീടും കേൾക്കുന്നത്? ആരും കേൾക്കുന്നില്ല, കൃഷി കൃഷി എവിടെയില്ല, ദർശൻ, വായന ദൂരദർശൻ. എവിടെയില്ല. ഇതെല്ലാം ഒരു സംസ്കാരത്തിൻ്റെ ഭാഗമാണ്. അങ്ങനെ PN പണിക്കർ എന്ന് പറയുന്ന ഒരാൾ നമ്മൾ വായിക്കുന്ന സമയത്ത് മനസ്സിലാക്കുന്ന സമയത്ത് കേരളത്തിൻ്റെ സാംസ്കാരിക തനിമയുടെ വ്യക്തമായുള്ള രൂപമാണ് PN പണിക്കർ. അപ്പോൾ പണിക്കർ നമ്മൾ വേറെ തരത്തിൽ കാണണ്ട, പണിക്കർ ചിന്തകനാണെന്ന് എനിക്ക് അഭിപ്രായമില്ല. അങ്ങനെയുള്ള പണിക്കരെ പലപ്പോഴും കേരളത്തിൻ്റെ സാമൂഹ്യ രംഗത്ത് നിന്ന് ആട്ടിപ്പായിക്കുന്നതിൽ വലിയ പങ്കുവഹിച്ചത് കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനമാണ്. അത് 1977, 78 സമയത്ത് അടിയന്തരാവസ്ഥയുടെ കഴിഞ്ഞതിൻ്റെ വെളിച്ചത്തിൽ അദ്ദേഹത്തെ ലൈബ്രറി കൗൺസിലിൽ നിന്ന് അദ്ദേഹത്തെ പുറത്താക്കി. അദ്ദേഹത്തിൻ്റെ ഗ്രന്ഥശാല സംഘമായിരുന്നു ഉണ്ടായിരുന്നത്. ആ ഗ്രന്ഥശാല സംഘത്തെ പിരിച്ചുവിട്ടു. 977 കേരളത്തിൻ്റെ ചരിത്രത്തിൽ ആദ്യമായിട്ട് ലൈബ്രറി കൗൺസിൽ ഉണ്ടാക്കി. അദ്ദേഹം അവിടെ നിന്ന് പുറത്തു പോയിട്ട് വഴിയാധാരമായിട്ട് വളരെ വേദനയോടുകൂടി കൊണ്ട് പോയിട്ടുള്ള മനുഷ്യനെ ഞാൻ നേരിട്ട് കണ്ടിട്ടുണ്ട്. ആ സമയത്താണ് അദ്ദേഹം പോയിട്ട് കാൻഫെഡ് തുടങ്ങുന്നു. ആ കാൻഫെഡിൻ്റെ പശ്ചാത്തലത്തിലാണ് കേരളത്തിൻ്റെ നമ്മൾ ലോക ചരിത്രത്തിൽ ആദ്യമായിട്ട് സംസ്ഥാനത്തിന് 100% സാക്ഷരത വരുന്നത് കാൻഫെഡിൻ്റെ പ്രവർത്തനത്തിൽ കൂടിയാണ്. ഈ കാൻഫെഡ് ഉണ്ടാക്കിയതും PN പണിക്കർ സാർ തന്നെയാണ്. പിന്നെ പിൽക്കാലത്ത് അദ്ദേഹം 995 ജൂൺ മാസം 19 അദ്ദേഹം മരിച്ചു. ഉടനെ തന്നെ കേരളത്തിൻ്റെ സർക്കാർ അദ്ദേഹത്തെ ഏറ്റെടുത്തു. അന്ന് ഭരിക്കുന്നത് K കരുണാകരൻ മറ്റാന്ന് എൻ്റെ ഓർമ്മ. അദ്ദേഹം ഏറ്റെടുത്തിട്ടുണ്ട്. അവരേറ്റെടുക്കുന്നു. പിന്നെ 96 തുടങ്ങിയിട്ട് അദ്ദേഹത്തിൻ്റെ പേരിൽ വായനാദിനം ആചരിക്കാൻ തീരുമാനിച്ചു. അതേതാണെങ്കിൽ നല്ല കാര്യമാണ്. പക്ഷേ മറ്റൊന്നുണ്ട്, ഈ പറയുന്ന വായനാദിനത്തിലാണ് ഇന്ന് കേരളത്തിൽ ഏറ്റവും കൂടുതൽ വായനയ്ക്ക് പ്രാധാന്യം കൊടുക്കുന്ന മുഖ്യമന്ത്രി ഭരിക്കുന്ന ഈ സംസ്ഥാനത്ത് ഇന്ന് ബജറ്റ് അവതരിപ്പിച്ചുകൊണ്ട് ഒരൊറ്റ മന്ത്രിയും ജനപ്രതിനിധിയും വായനാ ദിനത്തിൻ്റെ പരിപാടിയിൽ പങ്കെടുക്കുന്നില്ല എന്നുള്ള ഏറ്റവും വേദനാജനകമായിരിക്കുന്ന വസ്തുത കൂടി ഇന്നത്തെ ബാക്കി പത്രമായിട്ട് നമ്മൾ കാണേണ്ടി വരും. ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്ത പ്രിയപ്പെട്ട സുഹൃത്തുക്കൾ ഇന്ന് തന്നെ IND എന്നുള്ള ഇന്ത്യ ലീഗിൻ്റെ ലോഗോയിലൊന്ന് വിരലമർത്തിയാൽ നമ്മുടെ ഫീഡ് തെളിഞ്ഞു വരും. അതിലൊന്ന് വിരലമർത്തുക, നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്ത് ഒരു ബെല്ലൈക്കൺ ഉണ്ട്, അതും കൂടെ അമർത്താം. എനിക്കൊന്നുകൂടെ പറയാനുണ്ട്, വളരെ പ്രധാനപ്പെട്ട കാര്യം. നമുക്ക് 2 ചാനൽ കൂടിയുണ്ട് കേട്ടോ. C4N C4N എന്ന് പറയുന്ന ഒരു ചാനൽ നമ്മൾ തുടങ്ങിയിട്ടുണ്ട്. ശൈശവ ദിശയിലാണ്, ന്യൂസ് വാർത്തകൾ കൂടുതലായി കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള ചാനലാണ്. അതും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. C4N. പിന്നെയുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്, നമ്മുടെ ഒരു പ്രസ്റ്റീജിയസ് പ്രൊഡക്റ്റ് നമ്മൾ തയ്യാറാക്കിയിട്ടുണ്ട്, പുണ്യം ബൈ ഇന്ത്യ ലൈവ്. ആധ്യാത്മിക കാര്യങ്ങൾ, സാംസ്കാരിക കാര്യങ്ങൾ, ആചാരങ്ങൾ, അനുഷ്ഠാനങ്ങൾ, വിശ്വാസം, ഇതൊക്കെയായി ബന്ധപ്പെട്ടിട്ടുള്ള ചാനലാണ്. പുണ്യവും കൂടി നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യണേ. അങ്ങനെ ഇന്ത്യ ലൈവ് കുടുംബത്തെ സഹായിക്കണം, കൂടെ ഉണ്ടാവണം. ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി നിങ്ങളോട് എന്നും സംസാരിച്ചുകൊണ്ടിരിക്കുമെന്ന് ഉറപ്പ് തരുന്നു.